പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെന്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നാടകം വിശുദ്ധനാട്. ഹോളി ലാൻഡ് എ.കെ.എ. ഹോളി ഗോഡ്. എത്രയും പെട്ടെന്ന് കെട്ടിടം നിർമ്മിക്കാനുള്ള സാധനങ്ങൾ നിർത്തിയാൽ മതിയായിരുന്നു. സ്വന്തമായിട്ട് ഒരു കക്കൂസിട്ട് ഇരിക്കായിരുന്നു. സാധ്യമാകുന്ന എല്ലാ ഫാക്ടറികളും ഉടൻ തന്നെ തുറക്കുമെന്നാണ് അറിയുന്നത്. യുദ്ധം കഴിഞ്ഞ് 1.5 വർഷത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി തരുമെന്നാണ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഉത്തരവ്. എന്നിട്ട് എന്തോന്നായി വെളിച്ചം വരുന്നു ഈ തീട്ടപ്പറമ്പിൽ തന്നെ. നമുക്ക് എല്ലാവരും സമരം ചെയ്യണം. ശരിയാ, അധികം ദേഷ്യപ്പെട്ടാലേ കോൺസിക്വൻസ് വരും. അതൊക്കെ ഒരു രസമല്ലേ. യുദ്ധത്തിന് മുമ്പ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പീടാറുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. എന്തിനും നമുക്ക് പരസ്പരം അറിയായിരുന്നു. ഇല്ല, ഇപ്പൊ നോക്കിക്കേ, യാതൊരു ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി വിശാലമായ തീട്ടപ്പറമ്പിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിനോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനോ അല്ലെങ്കിൽ യാതൊരു പണിക്ക് പോകത്തിരുന്നോ അങ്ങനെ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ലേ? അയാളിന്റെ കുന്തിച്ചുള്ള ഇരുത്തം നോക്കിക്കേ, അവന്റെ തുറിച്ച നോട്ടം നോക്കിയ വൈകുന്നേരം നീ മാറ്റി ചോദിച്ചോണ്ട് അങ്ങോട്ട് വരുമല്ലോ, ഒഴിച്ചു തരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബാക്കിയുള്ളവരെല്ലാരും ചേട്ടന്തെങ്കിലും തരുമോ നോക്കി വായ നോക്കിയിരിക്കുമ്പോഴേ ചെയ്യാണ്ട് നോക്ക്. മാറ്റുണ്ടാക്കിയിട്ടാണെങ്കിൽ അയാൾ ഒരു ജോലി ആയിട്ടുണ്ട്. അത് അയാളെല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സൗജന്യം എല്ലാവരുടെയും കണക്കെന്റെയിലുണ്ട്. നല്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബാങ്കിങ് സൗകര്യം വന്നാലേ ആ പൈസയൊക്കെ കണക്ക് തീർത്ത് ഇങ്ങ് തന്നേക്കണം. അല്ലെങ്കിൽ ഇത് അയാളുടെ പണി പണം നിങ്ങൾക്ക് അറിയും. ഈ ബങ്കറിനുള്ളിൽ പാറ്റ് കുടിച്ചെന്ന് വരാൻ പറ്റില്ല. ജീവിക്കണമെന്നുള്ള ബോധങ്ങൾ ചെറുതായിട്ട് തോന്നി തുടങ്ങി. ജീവിതമൊക്കെ പഠിച്ചെടുത്തതിന് ശേഷം പോലെ നിന്റെ ഈ ബാറ്റ് കച്ചവടം. നിങ്ങൾക്ക് പറയാൻ പാടില്ല. എനിക്കവരെ ഭയങ്കര പേടിയാ. മഹാക്രൂരനല്ലേ അവൻ. അത് ശരിയാ. കഴിഞ്ഞ ദിവസം ഒരു പൂച്ച ഇത് വിഴുന്നേ. ഈ ദയാലന്റെ കാലെ തൂക്കി നടത്തിട്ട് ഒരൊറ്റ അടി. എന്നിട്ടെന്താ അതിന്റെ തൊലിയും കളഞ്ഞ് തീയും കൂട്ടി എവിടെ നിന്നൊക്കെയോ കുറെ പച്ചിലയും കൂടെ അരച്ച് ചേർത്ത് പൊള്ളിച്ചിങ്ങെടുത്തു. ഈ പൂച്ചയൊക്കെ ഞാൻ കേട്ടത് സപ്ലൈ ചെയ്തേ ഇവർ അങ്ങോട്ടേക്കാ പോകുന്നത്. കുറച്ച് വീടുകളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ഒന്നും അറിയാൻ വയ്യല്ലേ ആരൊക്കെ ജീവനോടുണ്ടോ ചത്തം നോക്ക്. ഇതിന് പേരാ യുദ്ധത്തിൽ അങ്ങ് ചത്താ മതിയായിരുന്നു.
സ്റ്റേറ്റ് മറ്റു രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 6 മാസമായി തുടർന്നു പോകുന്ന സമാധാനപരമായ ജീവിതം നമുക്ക് തുടർന്നു പോകാൻ സാധിക്കുമെന്നാണ് സ്റ്റേറ്റ് പറയുന്നത്. ഭക്ഷണ സാധനങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതകൾ സ്റ്റേറ്റ് നോക്കുന്നുണ്ട്. ഭക്ഷണം മാത്രമല്ല, പാർപ്പിടം, വസ്ത്രം തുടങ്ങിയ എല്ലാ സാധ്യതകളും സ്റ്റേറ്റ് നോക്കുന്നുണ്ട്. യാത്രാ സൗകര്യങ്ങൾക്കുള്ള വഴികൾ ക്ലിയർ ചെയ്യാനുള്ള നടപടികൾ സ്റ്റേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ വാങ്ങാനായി മൾട്ടിപർപ്പസ് കൗണ്ടറുകൾ ഓരോ പ്രവിശ്യയിലും തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എല്ലാ കാലത്തും പറയുന്നത്. എന്തെങ്കിലും പുരോഗതി മാത്രം അറിയിച്ചാൽ മതി. നിങ്ങൾ അതിലൂടെ പ്രതീക്ഷയായിട്ട് മടുത്തു. ഭക്ഷണം പാഴാക്കാതെ ഉപയോഗിക്കുക. ജലസ്രോതസ്സുകൾ, വെള്ളം നിറയ്ക്കുന്ന പാത്രങ്ങൾ എന്നിവ മലിനപ്പെടുത്താതെ ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, സ്റ്റേറ്റിന് നിങ്ങളോടൊക്കെയായി ഒരു പ്രത്യേക അഭ്യർത്ഥന കൂടിയുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിയാണ് ആവശ്യമെങ്കിൽ ഈ നാടിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കൂടി ഈ പറയുന്ന സ്റ്റേറ്റ് തയ്യാറാണ്. അതെ, നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥരായിട്ട് ഒരു കാര്യമില്ല. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതെന്റെ ജോലിയായി പോയില്ലേ. മറ്റൊന്നും പറയാനായിട്ടുള്ള അനുവാദം എനിക്കില്ല. നിങ്ങൾ വന്ന കാര്യം നടക്കട്ടെ. വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പിന്നെ ഈ സപ്ലൈ വന്നപ്പോൾ ഇതുപോലുള്ള സംസാരം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കണം. സപ്ലൈ ഇന്ന് വരും, നാളെ വരും നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം അത്രയായി. നമ്മൾ വിട്ടാലേ. അതെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുറച്ച് പേർ ഒരുമിച്ച് കൂടി കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കത് ഇവിടെ നടപ്പിലാക്കണം. ഈ സ്റ്റേറ്റ് പറയുന്ന പോലെ മുന്നോട്ട് പോകാനൊന്നും നടക്കുന്ന കാര്യമല്ല. സോ അതിലാദ്യത്തേതും പ്രധാനപ്പെട്ടതും ഇവിടുത്തെ ജനങ്ങളുടെ പേരുകൾ കൃത്യമായി മാർക്ക് ചെയ്തുള്ള സപ്ലൈ വിതരണം. ഈ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന പോലെ 101, 102, 108, 296 എന്നിങ്ങനെ നമ്പർ വിളിച്ചുള്ള സപ്ലൈ വിതരണമൊന്നും ഇവിടെ നടക്കില്ല. സോ കറൻസിക്ക് പകരം നൽകുന്ന ക്രെഡിറ്റിന് കൃത്യമായി പാസ്ബുക്ക് നൽകി അവയിൽ അത് രേഖപ്പെടുത്തണം. ഓരോരുത്തരുടെയും പ്രൊഡക്ടിവിറ്റി കണക്കിലെടുത്ത് ക്രെഡിറ്റ് നൽകണം. ഓരോ പ്രായക്കാർക്കും വ്യത്യസ്ത ക്രെഡിറ്റ് എന്ന രീതിയിൽ ഒരു സിസ്റ്റം നിലവിൽ കൊണ്ടുവരണം. അതെ, വലിയൊരു യുദ്ധത്തിന് ശേഷം നമ്മളൊക്കെ ഒന്ന് കരകയറി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുമിക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ മനുഷ്യരുടെ. അത് നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയായിരിക്കും. യുദ്ധം കഴിഞ്ഞ് നാട് ഇത്രയായി. മാറ്റങ്ങൾ അനിവാര്യമാണ്. സപ്ലൈ വരുന്ന ദിവസങ്ങളുടെ ഇന്റർവൽ കൃത്യമാക്കണം. തോന്നുന്ന ദിവസം സപ്ലൈ എന്ന രീതി ഈ പ്രവിശ്യയിൽ നടക്കില്ല. സപ്ലൈ നൽകുന്ന ദിവസം പ്രവിശ്യയിലെ തിരഞ്ഞെടുക്കുന്ന സംഘത്തോടൊപ്പം ചർച്ചകൾ നടത്തണം. ഭക്ഷ്യോത്പാദനം, നാണയപ്പെരുപ്പം തുടങ്ങിയ കാര്യങ്ങളിൽ സ്റ്റേറ്റിന്റെ നിലപാട് ചർച്ചയിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത സൗകര്യം ആരംഭിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. മറ്റു പ്രവിശ്യകളിൽ നിന്നും ജനങ്ങളെ എടുക്കുകയും അവർക്ക് കറൻസി ക്രെഡിറ്റ് നൽകാൻ തീരുമാനം ഉണ്ടാകുകയും
ആട്. ഇത് അനിമൽ സാഞ്ചുറിയിലല്ലടാ, കള്ളനാണ് അല്ലേ? കാണിച്ചു തരാം. സത്യമായിട്ട് ഞാൻ അങ്ങനല്ല. ആടിന്റെ കഴുത്തിലെ ബാറ്റ് ഉണ്ട്. ഇത് അനിമൽ സാഞ്ചുറിയുടെ ആളാ. പിന്നെ ഈ ടോർച്ച് ഇതിലിവിടുത്തെ നമ്പറുണ്ടല്ലോ, ഇത് മോട്ടിച്ച അല്ലടാ. എല്ലാരും കൂടെ പൊതുവെ തന്നെയല്ലേ ആ ദേഷ്യമല്ലേ എന്നോട് തീർക്കണ്ടേ? എത്ര കഷ്ടപ്പെട്ടിട്ടാ സ്റ്റേറ്റിന് വേണ്ടി സാധനങ്ങളെല്ലാം എവിടെ എത്തിക്കുന്നേ. പക്ഷെ ആർക്കും ഒന്നും അറിയില്ല അല്ലേ? അവരുടെ പ്രതിഷേധം കാരണം നിങ്ങളുടെ ജോലി കുറവ് വരുന്നല്ലാതെ വേറൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ? അപ്പൊ ഈ കുറെ കാലായിട്ട് ഇവിടെ തന്നെ ഉണ്ട് അല്ലടാ. വേറെന്തൊക്കെ മോഷിച്ചൂടാ? ഞാൻ മോഷ്ടിക്കാനുള്ള പ്രശ്നം നിങ്ങളുടെ ജോലി വിശ്വാസമില്ലാത്തല്ലേ? അവരെ പാസ്സുണ്ടേ വെക്കാൻ പറ്റുന്നത് ഒറ്റൊന്നേ സഹായിക്കാൻ പാടില്ല. നാട്ടുകാരുടെ പൊട്ടിയപോലെ എടുത്തിട്ട് തല്ലിയേ ചോര വെപ്പന്മാരെ തല്ല് വാങ്ങിട്ടേ തിന്നാൻ കൊണ്ട് കൊടുക്ക്. അമ്മ തിന്ന് കൊഴിക്കട്ടെ. ചോര വെപ്പന്മാരെ തല്ല് വാങ്ങിച്ചിട്ടേ തിന്നാൻ കൊണ്ട് കൊടുക്ക്. അമ്മ തിന്ന് കൊടുക്കട്ടെ. എന്നിട്ട് വീണ്ടും സപ്ലൈ കൊണ്ട് കൊടുത്തു. അവന്മാരത് തിന്ന് എന്നിട്ട് തന്നെ എടുത്തിട്ട് തല്ലും. തന്നെ തല്ലി തല്ലി സാധാരണ ഒരു ദിവസം ചോര തുപ്പിച്ചാവും. എന്നെ തല്ലി ഒരിക്കലും സഹിക്കണേ. എല്ലാത്തിന്റെ കഞ്ഞൂടിയാ കുടിക്കും. എല്ലാത്തിനും കഷ്ടപ്പെടുത്തണം, അതാണ് വേണ്ടത്. സ്റ്റേറ്റിന് വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്ത് കിട്ടും? അതെങ്ങനെടാ കള്ളന്മാരെ? അയ്യോ അങ്ങനെയല്ല. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് നിങ്ങളുടെ കൂടെ കൂടാൻ തോന്നി. നിങ്ങളെ പാർട്ടിയെ തലപ്പല്ലേ സ്റ്റേറ്റിന് വേണ്ടി കഷ്ടപ്പെട്ട എന്ത് കിട്ടും? എല്ലാവർക്കും കിട്ടുന്ന പോലെ കുറച്ച് ഭക്ഷണം കിട്ടും. പിന്നെ എല്ലാവരുടെ കയ്യിൽ ഇരട്ടി ക്രെഡിറ്റ്, കുറച്ച് കറൻസി. മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ 1% കൂടുതൽ കിട്ടിയാലോ? മനസ്സിലായില്ല. അതൊക്കെ പറയാം. ആദ്യം സ്റ്റേറ്റിന്റെ ഭാവി പരിപാടികളാണ് എന്തൊക്കെയാണെന്ന് പറയാം, പിന്നെ മനസ്സിലാക്കാനാണ്. പക്ഷെ ഈ സപ്ലൈക്ക് പറയുമ്പോഴാവരുത്. എല്ലാം അവിടെ തന്നെ വരും. ആദ്യം ചെറിയ ഗതാഗതം വരും, പിന്നെ കറൻസി വെച്ചെടുക്കും, പിന്നെ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പണം പിൻവലിക്കാനും ഒക്കെ സാധിക്കും. ഈ പണം കൊണ്ട് കെട്ടിടം നിർമ്മിക്കാനും മറ്റു കാര്യങ്ങൾ വാങ്ങാനും ഒക്കെ ഉള്ള സാധ്യതകൾ വരും. അങ്ങനെ ചുരുങ്ങിയ ഒരു 3 മാസം അതിനകത്തെല്ലാം ശരിയാവും. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലൊരു സൂത്രമുണ്ട്. ഹോളി ഐഡിയ എന്നും പല രൂപത്തിലും ഭാവത്തിലും മനുഷ്യ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന അതേ സൂത്രം മനുഷ്യനെ പിടിച്ചിരുത്തിയ ഹോളി ഐഡിയ. യുദ്ധം നശിപ്പിച്ച ഭൂമി, അതിൽ ജീവൻ ബാക്കി കിട്ടിയ കുറച്ച് മനുഷ്യർ, മനുഷ്യന്റെ സുഖങ്ങളെല്ലാം നശിച്ച ഈ കെട്ടകാലത്ത് എന്നെ തല്ലിച്ചതച്ച യുദ്ധത്തിന്റെ സന്തതികൾക്ക് ആശ്വാസമായി അവൻ വരുന്നു.
ഈ ഭൂമിയിലേക്ക് ഒരാട്, സ്വയംഭൂവായ ആട്. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതേ നിയമവിരുദ്ധാണെന്ന് നിനക്ക് അറിയില്ലേ? എവരിബഡി ഡിസ്പേഴ്സ്. ഡിസ്പേഴ്സ്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ നമ്പർ എത്രയാണ്? നിങ്ങൾക്ക് ഈ ആടിനെ എവിടെ നിന്ന് കിട്ടി? നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? നിങ്ങളെന്താ ആളെ കളിയാക്കാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇയാളെ അറിയാം? ആരെങ്കിലും ഇയാളെ കണ്ടിട്ടുണ്ടോ? എടോ, സ്റ്റേറ്റ് കോൺസുലേറ്റിന്റെ ലിസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ അതത് പ്രവിശ്യകളിൽ താമസിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. താൻ ഈ സ്റ്റേറ്റിലെ ആളല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിട്ടോണം. മനസ്സിലായല്ലോ? നിങ്ങളോടൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് നിയമവിരുദ്ധമാണ്. എവരിബഡി ഡിസ്പേഴ്സ്. ഡിസ്പേഴ്സ്. എടാ ചെക്ക, നിനക്കെന്താ സത്യം പറഞ്ഞോ? ഡിസ്പേഴ്സ്. നിങ്ങൾക്ക് എന്നെയും സാർവലോക സമ്മതിതനായ ഈ ആടേന്ദ്രനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടണമല്ലേ? എന്ത് വേണമെങ്കിൽ പറഞ്ഞുവിടാം. പക്ഷേ ഒരു ദൈവത്തെ നിങ്ങൾക്ക് പറഞ്ഞുവിടാനാകും. ദൈവം അല്ലേ? എടോ, കൂടുതൽ വാർത്താകൾ അടിക്കാതെ വൈകുന്നേരത്തിന് വേണ്ടി പ്രവിശ്യ വിടാൻ നോക്കും. മനസ്സിലായല്ലോ? നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ആടേന്ദ്രൻ എനിക്ക് കാട്ടിത്തരും. നിങ്ങളൊരു സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് ആണെന്നാണ് ആടേന്ദ്രൻ എനിക്ക് കാട്ടിത്തരും. ഞാൻ ഈ സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് ഈ പ്രവിശ്യയിലുള്ളവർക്ക് മാത്രമല്ല, അടുത്തുള്ള എല്ലാ പ്രവിശ്യയിലെ ആളുകൾക്ക് അറിയാവുന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങളോടൊക്കെ ഞാൻ എത്ര തവണ പറയണം? ഞാൻ കൂടുതൽ ഫോഴ്സിനെ വിളിക്കണം. എവരിബഡി ഡിസ്പേഴ്സ്. എന്താണ് ഞങ്ങൾക്കറിയാം. ഇയാൾ പറയുന്ന കേൾക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം. സപ്ലൈ കൊടുക്കാൻ വന്നാൽ അത് മാത്രമേ ചെയ്താൽ മതി. അന്ന് ഭരണം ഇങ്ങോട്ട് വേണ്ട. സഹോദര മാണിക്കം, യുദ്ധസമയത്ത് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ നിങ്ങളുടെ മുതുകിലായി വലിയൊരു മുറിവുണ്ടായിരുന്നു. അതിപ്പോഴും വേദനിക്കുന്നുണ്ടല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതല്ല, ആടേന്ദ്രൻ എനിക്ക് കാട്ടിത്തരും. ഇന്നലെ ഇവിടെ ഒരു കൂട്ട യുവാക്കൾ നിങ്ങളെ പൊതിരെ തന്നെ. പക്ഷേ നിങ്ങളവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നില്ല. ഇവരൊക്കെയാണല്ലേ ആ പ്രശ്നക്കാർ. നല്ലതാണ്, ഇത്തരം സന്ദർഭങ്ങളിൽ അത്യാവശ്യം വിപ്ലവമൊക്കെ നല്ലതാണ്. പക്ഷേ സൂക്ഷിക്കണം. നിങ്ങളിൽ ഒരാൾ ചതിയനാണെന്നാണ് ആടേന്ദ്രൻ എനിക്ക് കാട്ടിത്തരുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളെന്താ വല്ല ദിവ്യനാണോ? ഇതൊന്നും എന്റെ ദിവ്യത്വങ്ങളല്ല, എല്ലാം ആടേന്ദ്രന്റെ മായാജാലം. അവിടെ
എല്ലാം ഈ ആടിന്റെ അനുഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കാം അല്ലേ? ഞങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ തരണം. ഹരിചന്ദ്ര, എന്തെങ്കിലും മന്ത്രവിദ്യ അറിയാമോ? സത്യം പറഞ്ഞു. എനിക്കോ സത്യമായിട്ട് ഞാൻ ആ വെള്ളം എടുത്തപ്പോ പെണ്ണെങ്ങനെ എഴുതിയിട്ട് പോയി? അതൊരു സൂത്രം പ്രയോഗിച്ചാലേ ഹോളി ഐഡിയ. പക്ഷേ ആ ദയാളിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിപ്പാണെന്ന്. ഹരിചന്ദ്ര, നീ അതൊന്നും പറയാതെ കാര്യത്തിലേക്ക് വന്നേ. നീ ആ വെള്ളത്തിൽ എന്ത് മരുന്നാ വേണ്ടി ചേർത്തോളൂ? തന്നെയാണ് ദയാളി വാറ്റി ഉണ്ടാക്കുന്ന വിശുദ്ധ വെള്ളം. വാറ്റാണോ നീ ആ പെണ്ണിനെ കൊടുത്തത്? ദയാളിന് കൂടത്ത് പ്രധാനപ്പെട്ട ആണെന്നിന്റെ പേര് ഈ പ്രവിശ്യയിൽ മാത്രമല്ല മറ്റെല്ലാ പ്രവിശ്യയിലും അറിയണം. ജനങ്ങളുടെ വായിൽ നിന്ന് ചെവിയിലേക്ക്, ചെവിയിൽ നിന്ന് വായിലേക്ക് തിരിച്ചും മറിച്ചും അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഇതുവരെ നടക്കുമോ? വലിയൊരു ബംഗ്ലാവ്, സെൻട്രലൈസ്ഡ് AC, ചന്തി കഴിവാമല വേലക്കാര്, ബംഗ്ലാവിന്റെ ഓരോ വാതിന്റെ ആഡംബര കാറുകൾ, പ്രൈവറ്റ് ആർമി, പ്രൈവറ്റ് ജെറ്റ്, പ്രൈവറ്റ് യൂറോപ്യൻ, ഓരോ മുറിയിലും അങ്ങനെ ഒരു മനുഷ്യാസിന് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ സൗകര്യങ്ങളും വേണ്ടേ? വേണം, വേണ്ടേ, വേണം, വേണ്ടേ, വേണം. യുദ്ധാനന്തരം നമ്മുടെ നാടിന്റെ സംരക്ഷകനായിതാ ആളേന്ദ്രനെത്തിയിരിക്കുന്നു. രോഗ ശുശ്രൂഷയ്ക്കായി, നമ്മുടെ നാടിന്റെ പുണ്യമായി, വിദ്യാധന നായകനായി, to set ablaze the dreams and the prosperity and the wisdom of the fellow citizens of this land. Here comes the holy God, the holy Adendra. പെട്ടെന്നുള്ള ഈ ആടിന്റെ വരവ് എന്തോ പ്രശ്നമുണ്ട്. ആടിന്റെ അവനത്ര പന്തിയായി അതങ്ങനെയല്ല, ഇതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇത്ര വലിയ നേതാവായ ആ മുഖത്തെ ദിവ്യത്വം ഇവനെ കണ്ടറിയാൻ പോലും ഒന്നാണ്. എത്ര പെട്ടെന്നാ എന്റെ വേദന മാറിയത്. അനേക വർഷം ഹിമാലയ സ്ഥാനങ്ങളിലായിരുന്നത്രേ. ആ മിഷണറിയുടെ ശിക്ഷണം ലഭിച്ച ആളാ. ഇവനാണെന്ന് ശാസ്ത്രങ്ങൾ അരച്ച് കലക്കി കുടിച്ച ആളാ. മാത്രമല്ല യോഗ, സകല ആരാധനകളോട് പഠിക്കാനുണ്ട്. എന്ത് ശാന്ത സ്വഭാവമുള്ള ആളാണെന്ന് അറിയാവോ? നിന്റെ കാരണം വിളിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ബാറ്റൻഡായി വന്നാലും ഒരു എക്സ്പ്രഷൻ. നീ എന്താണോ മാറ്റി ഉണ്ടാക്കിയത് അത് തന്നെയാണ് ഞങ്ങൾ കലക്കി കൊടുത്തത്. ആ പ്രസാദം കഴിച്ചതിൽ പിന്നെ ആഹാരത്തിനൊക്കെ എന്ത് രുചിയാണ്. അയ്യോ, കാല് പിടിക്കേണ്ട ആവശ്യമുണ്ട്. കാല് പിടിച്ച് പോലെ എല്ലാ ആശ്വാസവും നിന്റെ ഇവന്റെ കൂടെ നടന്നല്ലോ. ഞാൻ ഇട്ടി കൊണ്ടു തൂറും. ഇപ്പൊ നന്നായിട്ട് തൂറാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാത്തത് ആ ദയാലിക്ക് എങ്ങനെയാണ് ഇത്രയും നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ആടേന്ദ്രന്റെ പ്രഭാവനത്തിൽ മൈനി വിടാതിരിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. വലിയൊരു ബംഗ്ലാവ്, സെൻട്രലൈസ്ഡ് AC. സംരംഭത്തിന്റെ ഭാഗമാക്കി അപ്പൊ നീ ഒരു സ്നേഹം
നമ്മുടെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ ചുമ്മാ ഭയപ്പെടുത്താനൊക്കെ പറ്റുമോ? ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുമോ? മാണിക്കാം പുറത്തെ നെഗറ്റീവ് ആണല്ലേ. അതെ, ഈ നാടും ഈ നാട്ടുകാരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. വലിയ പ്ലാനുകളൊക്കെ ഇടാൻ വരുത്താൻ സമയമാകുമ്പോ പറയാം കേട്ടാ. ഇതേ എന്റെ ഐഡിയ ആണെങ്കിൽ എനിക്ക് നടത്താനും അറിയാം. അധികം രാത്രി ആരും പുറത്തിറങ്ങി നടക്കണ്ട കേട്ടോ. ആടേന്ദ്രന്റെ പോക്കൂരുള്ള സമയം ഒരേ സമയം പല സ്ഥലത്തും പലരും കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടു. ചില ദിവസം ആടേന്ദ്രൻ 100 രൂപയായിട്ട് വന്ന് നിൽക്കും. ചില ദിവസം രൂപയായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളെ കണ്ടാൽ തീർന്നു. പക്ഷെ ആനന്ദ നൃത്തം ചവിട്ടുന്ന സമയമാണെങ്കിൽ അനുഗ്രഹം ഇങ്ങോട്ട് ശരിയും. പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് ചാവണം. ഈ പ്രത്യേക ഒന്ന് രണ്ടെണ്ണം അസുഖം വന്ന് ചാവണം. കൊല്ലാനോ ഇപ്പോഴാണ് ഇതെന്നെ ഇഷ്ടമായത്. ഒക്കെ വേണോ? ഇപ്പോഴല്ലേ ത്രില്ലൊക്കെ വന്നത്. നോക്കട്ടെ, ഒരു ലോക്കൽ ബയോപ്പിളൊക്കെ ഉണ്ടാക്കാൻ ഈ ദയാനെ കൊണ്ട് പറ്റും. അതെ, യുദ്ധത്തിന് മുമ്പ് ഇവിടെ ഒരാളുണ്ടായിരുന്നു. ഈ ആടിനെ ആടുകളൊക്കെ കൂടി കല്ലെറിയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ യുദ്ധം ഉണ്ടായത്. യുദ്ധത്തിന് മുമ്പ് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. യുദ്ധത്തിന് മുമ്പ് ഇവിടെ ഒരു ആടുണ്ടായിരുന്നു. ഈ ആട് എല്ലാവരെയും കല്ലെറിയുമായിരുന്നു. അയ്യോ, ആടെങ്ങനെ ആളുകളെ കല്ലെറിയുന്നേ? ആടുകൾ ആടിനെയാണ് കല്ലെറിഞ്ഞത്. ആളുകള് ആടിനെ കല്ലെറിയുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വെള്ളപ്പൊക്കം. അയ്യോ, വെള്ളപ്പൊക്കമല്ല, യുദ്ധം. എവിടെ നിന്ന് കിട്ടിയത് ഇയാളെ? അങ്ങനെയാണ് ഇവിടെ യുദ്ധം ഉണ്ടായത്. ആടാണ് സ്വയംഭൂവായ ആട്. നമ്മുടെ പണ്ട് ഇവിടെ ഒരാടുണ്ടായിരുന്നു. ഈ ആടിനെ എല്ലാരും കല്ലെറിയുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ യുദ്ധം ഉണ്ടായത്. ആടാണ് സ്വയംഭൂവായ ആട്. എന്തൊക്കെയായിരുന്നു ആട് ദേവൻ പിന്നെ ഇതെങ്ങാനും നാട്ടുകാരെ പ്രശ്നമാണ്. എടോ മാണിക്കാം, എന്താ നിന്റെ മോളുടെ പ്രശ്നം? താൻ വേണ്ടി ഞാൻ വരുന്ന കയറിയില്ലേ പിന്നെ പക്കത്താ പക്ഷേ മര്യാദക്കണം. ഈ ദയാനെ തനിക്കൊണന്ന് അറിയത്തില്ല. അയ്യോ, ദയാലേ, അത് നീ ഇങ്ങനെ തുടങ്ങിയാലോ? അവള് കൊച്ചുകുട്ടിയല്ലേ മോളെ. ഈ കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവും. അതോടെ പറയാൻ പറ്റൂല. മോളെ, അതെ, യുദ്ധം കഴിഞ്ഞ് നിരാശരായിരിക്കുന്ന ആളുകൾക്ക് അച്ഛനും ഹരിചന്ദ്രൻ മാമനും ദയാലും ഒക്കെ കൂടി കുറച്ച് പ്രതീക്ഷ നൽകുന്നു, മാത്രമേ ഉള്ളൂ. അതായത് മോളെ, യുദ്ധാനന്തരം നമ്മുടെയൊക്കെ രക്ഷകനായിട്ട് ഒരാൾ. ആ ആടിന്റെ ഈ കൈ അച്ഛൻ, ഈ കൈ മാമൻ. ഇവിടെ പിന്നെ ഞാനുണ്ടാകും. ഇവിടെ ഞാൻ വേണമായിരിക്കും. ഏറ്റവും വേണ്ടി കഷ്ടപ്പെട്ട മോളുടെ അച്ഛൻ എന്ത് കിട്ടും? അത് ഡാഡിനോട് ചോദിക്കണം. എല്ലാവർക്കും കിട്ടുന്ന പോലെ കുറച്ച് ഭക്ഷണം എല്ലാവരെക്കായും ഇരട്ടി മാത്രം കിടക്കും. പിന്നെ ഇച്ചിരി കളച്ച് കിട്ടും, അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട മോളച്ഛനെ അവരെല്ലാം കൂടെ പട്ടിയെത്തല്ലുന്നതുപോലെ തന്നെയത്. വൈകൂടെ ചോര തുപ്പി. ഇതിന്റെ കാഴ്ചയുടെ പൊക്കോണ്ടിരിക്കുക. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുക. ആ പാവം പഠിക്കും. ദയാലേ, ഇല്ല പഠിക്ക, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അല്ല, ഇത്രയൊക്കെ ചെയ്തിട്ടും സ്വന്തം മകനെ ഒരു കരയ്ക്ക് കയറ്റണം എന്ന് വിചാരിച്ചത് തെറ്റാണോ? ആണെങ്കിൽ പറ, നമുക്ക് ഇതിനെ അവസാനിപ്പിക്കാമോ? അവസാനിപ്പിക്കാം. ഞാൻ എന്താ വേണ്ടേ? മോളെ, ഒരിടത്ത് ഒരു അന്ധയായ കുട്ടി ഉണ്ടായിരുന്നു. അതാണ് മോള്. മോളിങ്ങനെ നടന്ന് തട്ടിത്തടഞ്ഞു വീണു. അപ്പോഴതാ ഹരിചന്ദ്രനും ആടും. ആടിന്റെ അനുഗ്രഹം കിട്ടിയ മോള് അന്ധതയൊക്കെ മാറി തുള്ളി ചാടി വീട്ടിൽ പോയി. ഞാൻ കനി 13-ാം പ്രവിശ്യയിലാണ് താമസം. എനിക്ക് ഇതെങ്ങനെ നിങ്ങളോട് പറയണമെന്ന് അറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. സമയത്താണ് എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമാവുന്നത്. ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആള് പറഞ്ഞാണ് ഞാൻ
ഞാൻ ഇവിടെ വരെ എത്തി. നാട്ടുകാരെ, ആ പെൺകുട്ടി അവൾ അന്തയായിരുന്നു. മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ആളല്ല, നമ്മുടെ പ്രവിശ്യയിലുള്ള ആളുമല്ല. തട്ടിത്തടഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ടാ ഞാൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോഴേക്കും അവിടെ ആടേന്ദ്രനും എത്തിയിരുന്നു. പെട്ടെന്ന് എന്നെ തലയിലെന്തോ മുട്ടുന്നത് പോലെ തോന്നി. ഒരു പ്രകാശം. അങ്ങനെ അവൾക്ക് കാഴ്ച കിട്ടി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതുപോലെ എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു തലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു പാവം. ആടേന്ദ്രൻ സത്യമാണ്, സ്നേഹമാണ്, സാന്ത്വനമാണ്. നീ ശരിക്കും നീ എവിടെ ഇങ്ങോട്ട് വന്നത്? നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങളൊക്കെ പറയുന്നത് വെള്ളം തൊടാതെ വിശ്വസിക്കുന്ന ചില പൊട്ടന്മാരുണ്ടായിരുന്നു. എല്ലാവരും അതുപോലെയാണെന്ന് കരുതണം. നീ എന്തിനാണ് നീ പറയുന്നത്? നിന്റെ കണ്ണീരൊന്നും തീരെ കട്ടിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന നുണകൾ പോലെ ഒരു ദിവസം ഞാനെല്ലാം കണ്ടുപിടിക്കും. നിന്റെ വായുവിനെല്ലാം കേൾക്കും. വീട്ടിൽ ജീവിക്കാൻ ഒരു ഉത്സാഹം തോന്നുന്നു. എല്ലാം പഴയതുപോലെ. ഇതോടെ കിട്ടിയ തപ്പിൽ എന്തോരെന്നാ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ തിരിച്ചു കിട്ടി. എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. എല്ലാം എന്റെ ആടേന്ദ്രം കാരണമാ. കറൻസി ഒക്കെ കിട്ടി തുടങ്ങിയല്ലോ. ഇനി വേണമെന്ന് ആഘോഷിച്ച് ജീവിക്കാൻ. ഇതെല്ലാം ആടേന്ദ്രന്റെ കഴിവാണ്. എത്ര പെട്ടെന്നാണെന്നോ നമ്മുടെ നാട് വളർന്നത്. എവിടെ നിന്നാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്? എന്റെ സമ്പത്തും അധ്വാനവും എല്ലാം ആടേന്ദ്രനുള്ളതാ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. The future lies on the Holy God. Holy ആടേന്ദ്ര. നമ്മുടെ പ്രവിശ്യയാകെ എന്തോ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. എല്ലാവരും കരുതിയിരിക്കുക. ആരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ജാഗ്രതയുണ്ടായാൽ മാത്രം മതി. അന്യപ്രവിശ്യകളിൽ നിന്നും ഇവിടേക്ക് വന്നവരിലാണ് ഇങ്ങനൊരു വ്യാധി ഇവിടെ പറഞ്ഞത്. എന്തായാലും എല്ലാവരും അവരുടെ താമസ സ്ഥലങ്ങളിൽ മാത്രം തുടരുക. പ്രാർത്ഥിക്കൂ, ആടേന്ദ്രൻ നമ്മളെ കൈവിടിയില്ല. Cheers to the Holy God. ഈ രോഗത്തിന്റെ ഗുരുതരാവസ്ഥയെ കുറിച്ച് ഞാൻ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു രോഗം ഈ അവസ്ഥയിൽ ഡയഗ്നോസ് ചെയ്യാനും മരുന്നുകൾ വിതരണം ചെയ്യാനുമായിട്ടുള്ള സാധ്യത നമ്മുടെ സ്റ്റേറ്റിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എനിക്ക് വിജയം സഹിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും? എനിക്കിതൊന്നും കാണാൻ വയ്യ. ഒരു യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് ഞങ്ങളൊക്കെ കരകയറി തുടങ്ങിയതേ ഉള്ളൂ. അതെന്താ വീണ്ടും പരീക്ഷണമാണോ? ഈ പരാധീനതകൾക്ക് ഒരു അറുതിയില്ലേ? അതെന്താ അറുതിയില്ലേ? ഇല്ല, ആടേന്ദ്രൻ നമ്മളെ കൈവിടിയില്ല. എല്ലാവരും പ്രാർത്ഥിക്കൂ. Cheers to the Holy God. നിങ്ങൾക്ക് എന്ത് പ്രാധാന്യം കാണിക്കുന്നത്? രണ്ട് മരണങ്ങൾ ഇവിടെ തന്നെ കാര്യത്തിന് ഗൗരവം സ്റ്റേറ്റിനെ ധരിപ്പിക്കണം. മെഡിക്കൽ ടീമിനെ ഉടനടി എത്തിക്കണം. ഈ അവസ്ഥയിൽ അല്പം മനുഷ്യന്മാരെ പോലെ കഴിയണം. ഇത് നിങ്ങൾക്കുള്ള മരുന്നാണോ മന്ത്രമാണോ എന്ന് എനിക്കറിയില്ല. ആടേന്ദ്രൻ എന്റെ മുന്നിൽ നിന്ന് വഴികാട്ടുന്നു. ഞാൻ അതിലൂടെ നടക്കുന്നു. വിശ്വാസമുള്ളവർക്ക് ഇവിടെ വന്ന് മുട്ടുമടക്കി feel the mercy of Holy God.
വീണ്ടും അനിമൽ സാനിറ്ററി കയറി അല്ലേ? എടാ നീ ഇപ്പൊ പഴയ കള്ളനൊന്നും അല്ല കേട്ടോ. ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നിരുന്നെങ്കിലോ ഇത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയ പേരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായില്ലേ? അയാളെ നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ട് ഞാൻ വിചാരിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അനിമൽ സാനിറ്ററിയിലെ ഓരോ ജീവനും കണക്കുള്ളതാണ്, മനസ്സിലായല്ലോ? അവിടെ ഇങ്ങനെ കയറി ഇറങ്ങി കട്ട് തിന്നാനൊന്നും പറ്റില്ല കേട്ടോ. കൂടുതൽ ശരിയാ, കുറച്ച് മാംസമൊക്കെ കഴിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? പക്ഷെ ഇത്ര കാലമായില്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ കാത്തൂടെ? ഇപ്പൊ തന്നെ ഈ സ്റ്റേറ്റ് സപ്ലൈയുടെ വ്യാപ്തി, അതിന്റെ വിഭവങ്ങളുടെ എണ്ണമൊക്കെ കൂട്ടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം പഴയപടി ആവാൻ പോവാണ്. അതുവരെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കണ്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, മനസ്സിലായല്ലോ? ഇപ്പൊ നീ ചെയ്ത് ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇനി നീ ആനിമൽ സാനിറ്ററി കയറാനോ അവിടെ ഒന്ന് മോഷ്ടിക്കാനോ പാടില്ല, മനസ്സിലായല്ലോ? ഞാൻ എന്ത് മോഷിച്ചത് അത് കാണുന്നതോ? ഇതോ ഇതോ ഇതാണ് അതിന്റെ പ്രശ്നം. This is our holy Adendra. നിനക്കൊക്കെ വേണമെങ്കിലേ ഇവിടെ ഓടി രക്ഷപ്പെടാം. എന്താ കാര്യം അങ്ങനെയല്ല. നീ മാത്രമല്ല, നമ്മളെല്ലാരും കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഒപ്പിച്ചു കൊണ്ടുവന്നു. എന്റെ വിഷമം അതിനുള്ള മരുന്നും ഒന്നും ഇല്ലായിരുന്നില്ലേ? ഈ പകർച്ചവ്യാധിയും കാണില്ലായിരുന്നു, നിന്റെ മെർസി ഓഫ് ഹോളി ഗോഡും കാണില്ലായിരുന്നു. വാറ്റി ജീവിച്ചുകൊണ്ടിരുന്ന നിന്നെ ഈ സംരംഭത്തിന്റെ ഭാഗമാക്കിയത് ഞാനാ. എന്നിട്ടാ എന്നോട് നീ വില വെച്ചോ? മാണിക്ക, ഞാനുണ്ടാക്കിയ വാറ്റ് അവന്മാരുടെ എല്ലാ അണ്ണാക്കിലേക്ക് ഹോളി വാട്ടർ എന്ന് പറഞ്ഞ് ഞൊട്ടിച്ചു കൊടുത്തത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴാണ് നീയൊക്കെ എന്നെ കൂടെ കൂട്ടിയത്. നീ ചെയ്തോണ്ടിരിക്കുന്നത് ശരിയാണെന്നാണോ പറയുന്നേ? നാളെ കൊണ്ട് ചെല്ല്, എന്നിട്ട് ചിയേഴ്സ് ദ ഹോളി വാട്ടർ എന്ന് പറ. അപ്പൊ അവന്മാര് കുനിയുണ്ട്. ഹരിചന്ദ്ര, നീ വാങ്ങുന്നതിന് മൊഴിയുന്നുണ്ടോ? ഇതിന്റെ വർത്താനം കേട്ട് കുടിക്കുന്നില്ല കേട്ടോ. മാണിക്ക, കാണുന്നതിന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇല്ല, ഞാനേ ഇവിടെ വട്ടം കൂടിയിരുന്ന് ഈ ആടിന്റെ കുടലൊക്കെ കഴുകി വൃത്തിയാക്കി പോട്ടിക്കറി വെച്ച് തിന്നാം. സമാധാനം എന്നോട് നീ അത് പറയരുതേ. എന്റെ സമാധാനം പോയിട്ട് കാലം കുറെ. ഒന്നും ഞാൻ പറയണ കേൾക്കണം, അല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടാ ഇനി ഈ ആട് കാലം ആ പ്രശ്നം ഇന്നത്തോടെ തീർന്നു. ഇനി ആളെന്ന് എന്റെ ഉള്ളിലാണ്, എന്നിലൂടെ നമ്മുടെ നാടിന്, നമ്മുടെ സാമ്രാജ്യത്തിന്, നമ്മുടെ സ്റ്റേറ്റിന് നയിക്കും. ഇത്തരം കാര്യങ്ങള് എല്ലാവരും ഒരുമിച്ച് കൂടി തീരുമാനം എടുക്കണം, മനസ്സിലായി? ഈ സംരംഭം ഒരാളായിട്ട് തുടങ്ങിയതല്ല, ഓർത്തോ? നമ്മുടെ സാമ്രാജ്യത്തിന്റെ മത്സര ഞാൻ തയ്യാർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ പലരും തയ്യാർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. കാണിക്കാനാണെങ്കിൽ ഒരു കെട്ടിടം പണിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തരണം. ഞാൻ വീണ്ടും പറയാം, ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അറിയണം. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് വേണം തീരുമാനം എടുക്കാൻ. കാണിക്കാൻ സാറേ, നമ്മൾ ഒരു തീരുമാനം എടുക്കണമല്ലോ. നാളെ നമ്മുടെ അനുയായികളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് ഞാൻ അവരോട് പറയും,
കണ്ണുകളിൽ നിറയുന്നു. ഉയർന്നു പോകുന്ന ആ നീല വെളിച്ചം എന്റെ കാതുകളിൽ കേൾക്കുന്നു. ആ ദിവ്യ ശബ്ദം എന്റെ ശ്വാസത്തിലറിയുന്നു. ആ പരിമള ഗന്ധം അവിടെ അവിടെ ആടേന്ദ്രൻ 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 എന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ ആടേന്ദ്രന് കൂടിയിരിക്കാൻ ഒരു പർണശാല വേണം. അയ്യോ, ആടേന്ദ്രന്റെ കയ്യിൽ ഒന്നുമില്ല. സാർവലോക നന്മയ്ക്കായി ഒരു പർണശാല. എനിക്കുള്ളതെല്ലാം ആരെയും തന്നെ ഉള്ളതാണ്. Cheers to the Holy God! Cheers to the Holy God! Cheers to the Holy God! Cheers to the Holy God!
ചെയ്യാൻ വേണ്ടി രാജിവെച്ചിട്ട് പുതിയൊരാളെ നിയമിക്കാനുള്ള ഉത്തരവുണ്ടാക്കണം. കുട്ടികളായ വിശ്വാസികൾക്ക് മാത്രമല്ല എനിക്കുണ്ട് ആവശ്യം. അപ്പോഴെല്ലാം കൂടി ഇവിടെ പൂഴ്ത്തി വെച്ചേക്കേ. ചത്ത ആടിന് വേണ്ടിട്ട് എന്തിനാണ് കൂടുതൽ നീയൊക്കെ കൂടി ഇതിന്റെ ശരീരം സമ്പാദം കഴിയുന്നത്? പട്ടിണി കിടക്കുന്നവന്റെ വിശപ്പ് മനസ്സിലാക്കാതെ എന്തിനാണ് കൂടുതൽ ഇതെല്ലാം കൂടി ഇവിടെ കെട്ടിപ്പോക്കുന്നത്? ആടേന്ദ്രൻ സത്യമാണ്, സ്നേഹമാണ്, സാന്ത്വനമാണ്. കഴിച്ചോ? എന്നോടുള്ള ദേഷ്യമൊന്നും മാറ്റണ്ട. കഴിച്ചോളൂ. കഴിച്ചോളൂ. ഞാനിനി എല്ലാ ദിവസവും ഇവിടെ കാണും. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. കനി, മോളെ, അവൻ നമ്മുടെ കൂട്ടുകാരൻ അറിയുന്നവൻ. നീ പിന്നെ എന്തിനാ അവന് ഭക്ഷണം കൊടുക്കാൻ പോയെ? ഡാഡാ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഡാഡയുടെ സന്തോഷത്തെ കരുതിയാണ്. വിശക്കുന്നൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ ഡാഡാ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഓക്കെ, ഹരിചന്ദ്രൻ നേരൊക്കെ അങ്ങനെ പ്രശ്നമാവില്ലേ? നമ്മുടെ ആലയത്തിന്റെ പ്രശസ്തി ഈ സ്റ്റേറ്റ് മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. അന്യ പ്രവിശ്യകളിൽ നിന്ന് പോലും ആലയത്തിന്റെയും ഹോളി ലാൻഡിനെ അന്വേഷിച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെലോ സോൾമേറ്റ്സ്, ഹോളി ലാൻഡിനെ പ്രകീർത്തിച്ചുകൊണ്ട്, ഹോളി ഗോഡിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു മധുരസുന്ദര ലളിതമാണ്. നമുക്ക് പാടാം, പഠിക്കാം, മറ്റുള്ളവർക്ക് പകർന്നു നൽകാം. ഞാൻ പറഞ്ഞൂടെ? സ്നേഹഭാവുകങ്ങളാദ്രമായി ലോകമാകെ ഒന്നു ചേരുവാൻ വാതിൽ തുറക്കൂ. വെളിച്ചം നിറയ്ക്കൂ. വാതിൽ തുറക്കൂ. ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം കാത്തിരിക്കുന്നു. യുദ്ധത്തിന് മുമ്പോ കനി വന്നതിന് ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. കാത്തിരിപ്പിന്റെ ചിലപ്പോ ഇപ്പോ കയ്പാണോ അതോ മധുരാണോ കൂടുതൽ? ചെറുതായിട്ട് ക്രിഞ്ച് അടിക്കുന്നില്ല. ചെറുതായിട്ട്. മോളെ കനി.
Welcome to the 5th edition of the Holy God Ascension. പേരുകൾ രജിസ്റ്റർ ചെയ്തവർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാകേണ്ടതാണ്. പേരുകൾ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം രജിസ്ട്രേഷൻ കൗണ്ടറുകളുമായി ബന്ധപ്പെടുകയും നിങ്ങളുടെ പേര് വിവരങ്ങൾ നൽകുകയും ചെയ്യുക. മാത്രമല്ല, ഇതുവരെ നിങ്ങളുടെ സ്വത്തും സമ്പാദ്യവും ആനേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന സമ്മതിപത്രം ഒപ്പിട്ട് നൽകുകയും ചെയ്യുക. അധികം വൈകാതെ തന്നെ നിങ്ങളുമായി സംവദിക്കാൻ സുപ്രീം സ്പിരിച്വൽ ലീഡർ ഹരിശ്ചന്ദ്രൻ ഫോർത്രൈറ്റ് ഇവിടെ എത്തിച്ചേരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഹോളി ലാൻഡ് അന്തേവാസികളുടെ അനുഭവ സാക്ഷ്യം ശ്രവിക്കാവുന്നതാണ്. Can you please spread us light? ഒരു അത്ഭുത പ്രവൃത്തിയൊന്നുമല്ല. യുദ്ധത്തിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയും നഷ്ടമായി. യുദ്ധത്തിന് ശേഷം താമസിച്ചിരുന്ന ബംഗറിൽ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിലും വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. സ്റ്റേറ്റിനോട് സമരം ചെയ്യാൻ തുനിഞ്ഞതാണ്. ആനേന്ദ്രന്റെ വരവോടുകൂടിയാണ് ജീവിതത്തിന് വേണ്ട പ്രത്യാശയുടെ കിരണങ്ങൾ ഉദിച്ചു തുടങ്ങിയത്. ആനേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്റെ പഠനകാര്യങ്ങൾ ഏറ്റെടുത്തു. ഞാനിപ്പോൾ ഗോഡ് തിയോളജിയിൽ 4ാം ഗ്രേഡ് പരീക്ഷ എഴുതി വിചാരിച്ചു നിൽക്കുന്നു. മറ്റൊരു പ്രവിശ്യയിൽ നിന്നാണ് ഞാൻ ഹോളി ലാൻഡിലേക്ക് എത്തുന്നത്. യുദ്ധസമയത്താണ് എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമായത്. ഒരു ദിവസം ഒറ്റയ്ക്ക് നടക്കുന്നതിനിടയിൽ തറയിൽ വീണു. പെട്ടെന്ന് എന്തോ എന്നെ തലയിൽ മുട്ടുന്നത് പോലെ തോന്നി. എന്റെ കണ്ണിലേക്ക് ഒരു പ്രകാശം. ഞാൻ കണ്ണുകൾ വലിച്ചടച്ചു. എന്റെ കണ്ണുകൾ മെല്ലെ മെല്ലെ തുറന്നപ്പോ അതാ എന്റെ മുമ്പിൽ നിൽക്കുന്നു The Holy God. അങ്ങനെ അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടി. Cheers to the Holy God! Cheers to the Holy God! Cheers to the Holy God! ഒരിടത്തൊരിടത്ത് മാമലകൾക്കപ്പുറത്ത് കായലിനരികിൽ ഒരു ഗ്രാമമുണ്ടായി. ആ ഗ്രാമത്തിലെ പൗരപ്രമുഖൻ മറ്റെങ്ങും കാണാത്ത തരത്തിൽ വലിയൊരു കെട്ടുവള്ളം ഉണ്ടാക്കി. ആ കെട്ടുവള്ളത്തെ യാത്ര ചെയ്യാൻ അങ്ങാട്ടിലെ ജനങ്ങൾ അവർ അധ്വാനിച്ച പണം കിലുക്കു കുടുക്കയിലും മടക്ക് പേഴ്സിലും സുരുക്കൂട്ടി. അവരെന്ത് ചെയ്തു? പണം സ്വരുക്കൂട്ടി. അതെ, പണം സ്വരുക്കൂട്ടി അവർ യാത്രയ്ക്ക് തയ്യാറായി. യാത്രയുടെ ആദ്യ ദിവസം കെട്ടുവള്ളത്തിൽ വെച്ച് പൗരപ്രമുഖൻ വലിയൊരു സദ്യ നൽകി. ആ സദ്യക്കായി 13 ആടുകളെയാണ്. എത്ര? 13 ആടുകളെ. അതെ, 13 ആടുകളെയാണ് വെട്ടി നുറുക്കിയത്. എല്ലാവരും വയറ് നിറയെ ഭക്ഷിച്ചു. പക്ഷേ ചെമ്പരത്തി എന്ന പെൺകുട്ടി മാത്രം അത് കഴിച്ചു. കായൽ പരപ്പിലൂടെ വള്ളം അതിവേഗം മുന്നോട്ട് നീങ്ങി. ആകാശം കറുത്തിടാൻ തുടങ്ങി. പൊള്ളിയാൻ വെട്ടങ്ങൾ മേഘങ്ങളെ കൂടുതൽ ഭയമുള്ളതാക്കി. മുമ്പെങ്ങും കാണാത്ത തരത്തിൽ പേമാരി പെയ്തു. പാറക്കൽ കണക്കെ ആലിപ്പഴങ്ങൾ താഴേക്ക് പതിച്ചു. കെട്ടുവള്ളത്തിന്റെ മേൽക്കൂര കാറ്റത്ത് പറന്നുപോയി. വള്ളമാടി ഉലയാൻ തുടങ്ങി.
ഭയത്താൽ ചിലർ അലറി വിളിച്ചു. ചിലർ കരകാണാ കായലിലേക്ക് എടുത്തു ചാടി. വള്ളം മുങ്ങാൻ തുടങ്ങി. വള്ളത്തിന്റെ കെട്ടുറപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. പക്ഷേ ചെമ്പരത്തിക്ക് മാത്രം എന്തോ കച്ചിത്തുരുമ്പ് കിട്ടി. വള്ളം കൂട്ട എന്തോ ഒന്നിൽ അവൾ പിടിച്ചു. അവൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൾ അറിയുന്നത് അവൾ കരയിലാണെന്നാണ്. എന്തിനാണ് അവൾ പിടിച്ചത്? ആരാണ് അവളെ രക്ഷിച്ചത്? അവൾ പിടിച്ചത് ആരെന്നെ കൊമ്പിലാണ്. അവളെ രക്ഷിച്ചത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായത് എന്താണ്? ഇവിടെ കൂടി നിൽക്കുന്നവർ പറയൂ, മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായത് എന്താണ്? പറയൂ അമ്മ, പറയൂ സഹോദരി, പറയൂ അച്ഛാ, പറയൂ. എന്താണ് മകളെ? പറയൂ. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത് എന്താണ്? അല്ല മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായി വേണ്ടത് വായുവോ വെള്ളമോ വസ്ത്രമോ അല്ല. മറിച്ച് മനുഷ്യരാശിക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത് ആരെന്റെ സ്നേഹമാണ്, ആരെന്റെ സാന്ത്വനമാണ്, ആരെന്റെ സ്പർശമാണ്. Grace from the Holy God, Love from the Holy God, belief from the Holy God, and faith in the Holy God. എന്റെ ഹോളി ലാൻഡ് വിശ്വാസികളെ, നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? The grace from the Holy God, the love from the Holy God, the belief from the Holy God. വളരെ പെട്ടെന്നാണ് ആടേന്ദ്രൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. വളരെ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് വന്നയാളാണ് ഞാൻ. എങ്കിലും പ്രായത്തിന്റെ ചോരത്തിളപ്പ് കൂടുതലായിരുന്നു. ഒരു ദിവസം ഫുഡ് സപ്ലൈ വരാൻ വൈകി. അധികാരികൾക്കെതിരെ ആയുധമെടുത്ത് ഞാൻ പോരാടാൻ ഇറങ്ങി. പോകുന്ന വഴിക്ക് ആടേന്ദ്രൻ ആ ദിവ്യ ശക്തി നിങ്ങളെ പുറകോട്ട് വലിക്കുന്നു, മുന്നേ നിന്ന് നന്മയിലേക്ക് നയിക്കുന്നു. അവിടെ മുന്നേ നിന്നത് ആടേന്ദ്രനാണ്. അതിനുശേഷം നിങ്ങൾ ആയുധമെടുത്തോ? ഇല്ല. ഇനി ആയുധമെടുക്കുമോ? ഇല്ല, ഇനി ആയുധമെടുക്കില്ല. ഇനി ആയുധമെടുക്കില്ല. ഇനി ആയുധമെടുക്കുന്നുണ്ടെങ്കിൽ അത് ആടേന്ദ്രന് വേണ്ടി മാത്രമായിരിക്കാം. ആടേന്ദ്രൻ സത്യമാണ്, സ്നേഹമാണ്, സാന്ത്വനമാണ്. ആടേന്ദ്രൻ സത്യമാണ്, സ്നേഹമാണ്, സാന്ത്വനമാണ്. ഈ സഹോദരി വളരെയധികം നേരമായി നമ്മുടെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മെ സദയം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരി ഒന്ന് മാത്രമല്ല, അനേകമാണ്. ഈ കുഞ്ഞു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഇന്ദ്രപ്രസ്ഥം വരെ നീളുന്ന വലിയ ഒരു ശൃംഖലയുടെ ഭാഗമാണ് ഈ സഹോദരി. സഹോദരി, ഞാനൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. നിങ്ങൾ കാണുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് നിങ്ങൾക്ക് അറിയാമോ?
പെട്ടെന്നൊരു ഉത്തരം ആർക്കും ആ ചോദ്യത്തിന് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്കൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ആളെന്ദ്രൻ. എല്ലാ സഹോദരങ്ങളോടുമായി ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, സത്യമോ മിഥ്യയോ, പക്ഷേ അവസാനം ആടേന്ദ്രൻ എന്ന സത്യമാണ്. നിങ്ങളെ ആടേന്ദ്രനിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സംഭാവനദാനമായി നൽകാത്തവർ ആടേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ആടേന്ദ്ര മെമ്മോറിയൽ കോളേജ് ഫോർ ടെക്നോളജി ആൻഡ് ഗോഡ് തിയോളജിയുടെ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിഷനുകൾ ഉറപ്പുവരുത്തേണ്ടതാണ്. It's time for the Holy Mercy. ആടേന്ദ്രന്റെ അനുഗ്രഹം വാങ്ങാൻ താല്പര്യമുള്ളവർ വരിവരിയായി വന്ന് the supreme spiritual leader ഹരിചന്ദ്രൻ the fourth റൈറ്റിന് മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കാവുന്നതാണ്. Come on, please, please. So. What a pleasant surprise. അതാ ഹോളി ഗോഡിന്റെ മെർസിക്ക് വേണ്ടി, ആടേന്ദ്രന്റെ അനുഗ്രഹത്തിന് വേണ്ടി the head of our state നമ്മുടെ പർണശാലയിലേക്ക് യുദ്ധത്തിന് മുൻപും യുദ്ധാനന്തര കാലത്തും ഇപ്പോഴും നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന the head of our state ഒരു മുന്നറിയിപ്പുമില്ലാതെ. Gentlemen, please help him, please. Yes, thank you. ഈ 80-ാം വയസ്സിലും അദ്ദേഹത്തിന്റെ ഈ ചുറുചുറുക്ക് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ആടേന്ദ്രന്റെ അടിയുറച്ച ഭക്തനാണെന്ന്. വെൽക്കം സാർ, വെൽക്കം. വലിയ എന്തോ ആഗ്രഹം സാധിക്കാനുള്ളത് പോലെ യുദ്ധം കഴിഞ്ഞുള്ള ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പാണ്. ഈ പ്രായത്തിലും എനിക്ക് പലതും ചെയ്യാനുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്റെ കൊച്ചുമക്കളെ അല്ല, എന്റെ ജനങ്ങളെ ഒരു കരക്കെത്തിക്കണം. എന്നിട്ട് ഈ രാജ്യത്തിന്റെ സംരക്ഷകനായിരുന്നു തന്നെ മരിക്കണം. അതാണ് എന്റെ ആഗ്രഹം. മുന്നണികളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ പ്രശ്നം, മറിച്ച് ചെറുതായെങ്കിലും മുന്നണി ചെയ്തിട്ടുണ്ടെങ്കിൽ കുണ്ടടികളൊക്കെ ചെയ്യാത്തവരായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ചെറിയ കുണ്ടടികളൊക്കെ ചെയ്ത് കാണും. അങ്ങനെയാണെങ്കിൽ ഇരു കൈകളും മുകളിലെ ഉയർത്തിപ്പിടിച്ച് ഇരു കവിളിലും മാറി അടിച്ച് പറയുക, for the mercy of Holy God, for the mercy of
വന്ന ആരെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ ആടേന്ദ്രൻ തയ്യാറാണ്. Cheers to the Holy God! 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 Cheers! Please, somebody help him. Dear Mama, I am now. Cheers Thank to you. the Holy God! Cheers to the Holy God! Cheers to the Holy God! എന്റെ ഈ വടി പിടിക്കുന്നവർ ആരാണെങ്കിലും അവർ അടുത്ത പ്രാർത്ഥനാ സൗഖ്യത്തിൽ ഭാഗമാകും. ഒന്നുകൂടെ പറ. ഇങ്ങോട്ട് പോകാനാണ്. ഒരു കുഴപ്പമില്ല, ലാസ്റ്റ് പിടിക്കുന്ന മാത്രം ലാസ്റ്റ് ക്യൂ മാത്രം Cheers to the Holy God! എന്റെ ഈ വടി പിടിക്കുന്നവർ ആരാണെങ്കിലും അവർ അടുത്ത പ്രാർത്ഥനാ സൗഖ്യത്തെ ഭാഗമാകും. മാമ കോസ്റ്റ്യൂം മാറിയോ? മാറിയോ? ഒന്ന് വരും മാമ ഫോണോട്ട് മാമ ഇറങ്ങണേ കട്ട് ചെയ്താൽ മാമ ഇറങ്ങണമെങ്കിൽ ക്ലോസ് എടുക്കും. ക്ലാസ് ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. നോക്കാം. കുറച്ചുകൂടെ കയ്യിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുത്തോ. അത് കുഴപ്പമില്ല, നീ കട്ട് ചെയ്യാൻ പറ്റിയത് ഓർത്തുണ്ടോ? അതെ, ആ മ്യൂസിക് എവിടെ നിന്നിട്ടാണ് ആദ്യം? കയ്യിൽ വെച്ചു മാമനെ മാത്രം ഫോക്കസ് ചെയ്യണം, മാമനെ മാത്രം ടൈറ്റ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, പോവാം. പർണശാല പണിയാൻ സഹായിച്ചവരെ ആടേന്ദ്രൻ വീണ്ടും സ്മരിക്കുന്നു. അസംഷൻ ദിവസം ഹോളി ലാൻഡിലേക്ക് വന്ന ആരെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ ആടേന്ദ്രൻ തയ്യാറാണ്. Cheers to the Holy God! 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 Cheers to the Somebody, please help me. Someone send him. Yes, thank you. Thank you. Cheers to the Holy God! Cheers to the Holy God! Cheers to the
നീ അവിടെ പൊസിഷൻ എടുത്തില്ലേ? നീല വിളിച്ചു ശരീരത്തിലെയും മനസ്സിലെയും കുണ്ടണികൾ ഞാനൊന്നും ചെയ്തില്ല. എല്ലാ പ്രാർത്ഥനാ സൗഖ്യത്തിലും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയല്ല. ഇമ്പോസിബിൾ. കഴിഞ്ഞ തവണ ആവണി നിങ്ങളുടെ നേർക്കാണല്ലോ വന്നത്. അതിനർത്ഥം നിങ്ങളെന്തോ തെറ്റ് ചെയ്തതാണ്. ഹോളി ഗോഡ് നോസ് എവരിതിങ്. തെറ്റ് ചെയ്തില്ല എന്ന് മാത്രം പറയാൻ കഴിയില്ല. ഇതന്നെ ഏറ്റു പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അന്തരം വെച്ച് വിശന്നപ്പോൾ ഞാൻ കുറച്ച് ആഹാരം മോഷ്ടിച്ചു. അപ്പോൾ ഏറ്റു പറയുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. ആടേന്ദ്രൻ എന്നോട് ക്ഷമിച്ചിരിക്കും. ഏറ്റു പറയേ. മറ്റൊരു പ്രാർത്ഥനാ സൗഖ്യത്തിന് ഏറ്റു പറയാത്ത ഈ രഹസ്യം ഏറ്റു പറയേ. പരിഹാരം ഉണ്ടാക്കാം. എന്റെ ഉള്ളിലെ ആടേന്ദ്രൻ വിജയം പ്രാപിക്കണം. എന്റെ ഉള്ളിലെ ആടേന്ദ്രൻ നിങ്ങളിൽ വിജയം പ്രാപിക്കണം. വിജയം പ്രാപിക്കണം. വിജയം പ്രാപിക്കണം. വിജയം പ്രാപിക്കണം. ആടേന്ദ്രൻ ശരി, ഞാൻ കുറച്ച് കൂടുന്നുണ്ട്.
മെയിൻ കളറില്ലേ ഹരിചന്ദ്രന്റെ തേർഡ് റൈറ്റ്. തേർഡ് റേറ്റ് അല്ല, ഫോർത്ത് റേറ്റ്. ആ റൈറ്റ് അല്ലാത്തവൻ തന്നെ. അയാൾ ഉറങ്ങിയിട്ടുണ്ടോ? ആ, ഉറങ്ങിയിട്ടുണ്ടാവും. ഈ പ്രാർത്ഥന സൗഖ്യമൊക്കെ കഴിയുമ്പോഴേ ഭയങ്കര ക്ഷീണമായിരിക്കും. പാവം, അങ്ങനെ ക്ഷീണിച്ചു കിടന്നു. സൗഖ്യം കഴിയുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും, അങ്ങനെ കിടന്നു. എന്തിനാ നീ ചിരിക്കണേ? പ്രാർത്ഥന സൗഖ്യം കഴിയുമ്പോൾ ക്ഷീണിച്ച് ഉറങ്ങും അല്ലേ? Fire for the bastion! നിങ്ങൾ എത്ര കാലം വെച്ചിട്ടാ ഈ ആളുകൾ മുഴുവൻ പറ്റിച്ച് ജീവിക്കാൻ വിചാരിക്കുന്നത്? എല്ലാവരും എല്ലാ കാലത്തും ഇതൊക്കെ വിശ്വസിക്കണമെന്നോ? നീ വേണമെന്നൊന്നും പറയണ്ടോ. ഓരോ ദിവസം ഹോളിലേക്ക് എത്തുന്നവരുടെ എണ്ണം നീ കാണുന്നില്ലേ? ആ, നിന്റെ കൂടെ സമരം ചെയ്യാൻ തല്ലുകൂടാനൊക്കെ ഉണ്ടായിരുന്നവരാ ഇന്നലെ പോലീസ് വീക്സ് വിതരണം ചെയ്തത്. പിന്നെ ആ മുഷ്ടി തിരിച്ച് സമരം ചെയ്യുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ? ആ. ആ, അവനെ കോടതി കോടതിയിൽ പോകാൻ പാസായി. ഇങ്ങനെ നടന്നു. എനിക്ക് ഉറപ്പുണ്ട് എന്ത്? ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിനാണ് തന്റെ ഈ മറുപടികളൊക്കെ എന്ന്. നിന്നെ കണ്ട അന്ന് മുതൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി ഒന്നും തരാറേയില്ല. അല്ല, നിനക്ക് മാത്രമുണ്ടോ ഈ ഹോളിലാൻഡിൽ അന്ത്യവാസിയായാല്? നിന്റെ കൂടെ ബംഗാളിലുണ്ടായിരുന്ന ഒരാൾ പോലും ഇപ്പൊ നിന്റെ കൂടെ ഇല്ലല്ലോ. നിങ്ങളെ ഹരിചന്ദ്രൻ ഇതുപോലെ തന്നെ അയാൾ ആർക്കും വ്യക്തമായിട്ട് മറുപടി ഒന്നും കൊടുക്കാറില്ല. നീ എന്തിനാ എല്ലാവരും സംസാരിക്കുന്ന പോലെ ഈ എന്നോട് സംസാരിക്കുന്നത്? പിന്നെ ഞാൻ പ്രത്യേകം സംസാരിക്കണോ? അങ്ങനെ എല്ലാവരും പോലെയാണോ? അങ്ങനെയല്ല. നീ ഹോളിലാൻഡിൽ അന്ത്യവാസിയല്ലോ, അപ്പോ വേറെ ജാതിയാ. ജാതി അതെന്താ ഇപ്പൊ പുതിയൊരു സാധനം? നിനക്ക് ഞങ്ങളുടെ രീതികളല്ല, അപ്പോ വേറെ കൂട്ടുകാരനാ. കള്ളന്മാരെല്ലാവരും കൂടി കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ? വേറെ കൂട്ടക്കാരനാണെങ്കിൽ നീ എന്തിനാ എനിക്കൊന്ന് ഭക്ഷണം കൊടുത്തിരുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഹോളിലാൻഡ് നിലനിൽക്കുന്നോണ്ടാ നിനക്ക് ഭക്ഷണം. എന്താ നീല ഉടുപ്പിട്ട് നീല വെളിച്ചെണ്ണ നടക്കുന്ന പൊട്ടന്മാരില്ലേ? അവന്മാരോട് പോയി പറഞ്ഞാൽ മതി. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, നിനക്ക് എന്താ ഈ ഹോളി കോട്ടിൽ വിശ്വാസമില്ലാത്തേ? നിങ്ങൾ ചെയ്യുന്ന പല കള്ളത്തരങ്ങളും എനിക്കറിയാം. ചില കാര്യങ്ങളിൽ ചില സംശയമൊക്കെ ഉണ്ട്. അങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെളിവുണ്ട്, പറയട്ടെ. ആ, ഒന്ന്, നിനക്ക് കാഴ്ചയുണ്ടായി. ഈ അന്തരമെന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. പിന്നെ രണ്ട്, മുമ്പൊരിക്കൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചില്ല. അതങ്ങനെ വെറുതെ ഉണ്ടായിരുന്നല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിന്റെ ഡാഡ് കൊടുത്ത ഫുഡ് സപ്ലൈ എന്നാണ്. മൂന്ന്, ആ ആട് അത് ഹരിചന്ദ്രനും നിന്റെ ഡാഡിയും കൂടി എവിടെയെന്നോ മോഷ്ടിച്ച് കൊണ്ടുവന്ന. എന്റെ ഡാഡ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം ഹരിചന്ദ്രൻ വന്ന് ഒറ്റയ്ക്ക് ചെയ്തതാ. എന്റെ ഡാഡ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നീ എന്തിനാ ചിരിക്കണേ? നീ ഇതാരോട് പറയുന്നത്? എന്ത്? നീ ഇപ്പൊ പറഞ്ഞത് ഞാൻ ആരോട് പറയാനാ? നീ എന്നോട് പറഞ്ഞില്ലേ? എന്നാ ഞാനൊരു സത്യം പറയാം. ഞാൻ ചെറുതായിട്ടൊന്ന് എറിഞ്ഞു നോക്കിയതാണ്. ഇപ്പോ നിന്റെ വായിൽ തന്നെ എല്ലാം കേട്ടു. എടാ, ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനൊന്നും ആരോടും പറയല്ലേ please. എടാ, ഞാൻ ആരോടും ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ രണ്ട് അപരിചിതർ. അവരെന്തിനെയോ സുഹൃത്തുക്കളാണ്. ഒരു കുട്ടിക്കൂർക്കനും ഒരു കുട്ടിമാനും. ഒരു ദിവസം കുട്ടിക്കൂർക്കൻ കുട്ടിമാനോട് മൃഗങ്ങൾ വേട്ടയാടുന്ന സമയവും രീതിയും എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ടുകൊണ്ട് അതുവഴി കടുവ വന്നു. കടുവ മനസ്സിലാക്കി കുട്ടിമാനിത് എല്ലാവരോടും പറയുമെന്നും കടുവ പട്ടിണിയാകുമെന്നും. അപ്പോൾ ആ കടുവ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ആദ്യം ആ കുട്ടിമാനിനെ കടിച്ചു.
സഖാവാണെങ്കിൽ തിരയിളക്കം ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ രണ്ടപരിച്ചു ഒരു കുട്ടിക്കുറുക്കനും ഒരു കുട്ടിമാനും അവർ എങ്ങനെയോ സുഹൃത്തുക്കളാണ്. ഒരു ദിവസം കുട്ടിക്കുറുക്കൻ കുട്ടിമാനിനോട് മൃഗങ്ങൾ വേട്ടയാടുന്ന സമയവും രീതിയും എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ടുകൊണ്ട് അതുവഴി കടുവ മനസ്സിലാക്കി കുട്ടിമാൻ ഇതെല്ലാവരോടും പറയുമെന്നും കടുവ പട്ടിണിയാകും. അപ്പോഴാ കടുവ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ആദ്യം ആ കുട്ടിമാനിനെ കടിച്ചു കയറി. എന്നിട്ടാ കുട്ടിക്കുറുക്കനെയും Cheers to the Holy God! Cheers to the Holy God! Cheers to the Holy God! എന്നാ പറ, എന്താ ഞാൻ പറഞ്ഞേ? കനി, താൻ വെറും പൊട്ടനുണ്ടോ? എവിടെ ഒന്നോ വന്നേ കള്ളം പറയുന്നത്. താൻ വെള്ളം തൊടാതെ വിശ്വസിച്ചില്ലേ? ചെയ്തു കൂട്ടിയതിനെ പറ്റി എപ്പോഴെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? എല്ലാവരോടും വിളിച്ചു പറയാനുള്ള ധൈര്യമുണ്ടോ എനിക്ക്?
പക്ഷെ നിങ്ങളെ ഞാൻ വിശ്വാസമായിരുന്നു. കുറെ കാലായി എന്റെ ഉള്ളിലുള്ളൊരു ഭാരം ഞാൻ ഇറക്കി വെക്കാൻ പോകും. അതിനു മുൻപായി നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുക. ഇപ്പോ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ ഇതുപോലെ ഞാൻ ഇവിടെ വന്ന് നിന്നു നിങ്ങൾക്ക് ഫുഡ് സപ്ലൈ തരാനായിട്ട്. നിങ്ങളുടെ ചിലരെ തല്ലി, സ്റ്റേറ്റിനോടുള്ള വിദ്വേഷം കൊണ്ടായിരിക്കും. ആ ദിവസം ഞാൻ ആദ്യമായിട്ട് ഹരിചന്ദ്രനെ കാണുന്നത്. അയാളെ അന്ന് അനിമൽ സാങ്ച്വറിയിൽ ഒരു ആടിനെ മോഷ്ടിച്ചുകൊണ്ട് വരുമായിരുന്നു. പിടിക്കപ്പെടുമെന്നും സ്റ്റേറ്റ് കൗൺസിലേറ്റിന്റെ മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്നൊക്കെ അറിഞ്ഞപ്പോ അപ്പോഴാ അയാൾ ഈ ഹോളി ഗോട്ടിന്റെ ഹോളി ലാൻഡിന്റെ ഒക്കെ ഐഡിയ പറയുന്നു. ഹരിചന്ദ്രൻ വളർന്നു അതോടൊപ്പം ഹോളി ലാൻഡ്. ഇന്നലെ കനി എന്റെ മകളാ. ഞാൻ അവളുടെ ആളെ കനിയെയും അവളുടെ സുഹൃത്തിനെയും പണ്ട് രണ്ട് സുഹൃത്തുക്കൾ, ഒരു കാക്കയും ഒരു കുയിലും. ഒരു ദിവസം കാക്ക കൂട്ടിലില്ലാത്ത തക്കം കാക്ക കൂട്ടിൽ കുയിൽ മുട്ടയിട്ടു. കാക്ക ദിവസങ്ങളോളം അടയുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും. സ്വന്തം കുഞ്ഞെന്ന പോലെ കാക്ക കുയിൽ കുഞ്ഞിനെയും തന്റെ ചിറകിന്റെ അടിയിൽ ഊട്ടി വളർത്തുന്നു. ഒരു ദിവസം മരച്ചില്ലയിൽ നിന്ന് താഴെ വീണ് മരിച്ചു പോയി. അപ്പോ കുയില് വന്ന് പറയുകയാണ്, ഇത് തന്റെ കുഞ്ഞാണെന്നും കാക്ക മനഃപൂർവ്വം താഴെ തള്ളിയിട്ട് കൊന്നതാണെന്നും. Cheers to the Holy God! Cheers to the Holy God! Cheers to the Holy God! ഇന്നലെ പ്രാർത്ഥനാ സാക്ഷ്യവേളയിൽ ആടേന്ദ്രൻ എന്നോട് പറഞ്ഞു, എന്റെ ഈ കരങ്ങൾ കൊണ്ട് തന്നെ എന്റെ മക്കൾക്ക് Holy Spirit നൽകണമെന്ന്. Come and take your token to the Holy God. It's time to seek the mercy. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആകുലതകളോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ the supreme spiritual leader ഹരിചന്ദ്രന്റെ ഫോർത്രൈറ്റിനോട് ഏറ്റു പറയാവുന്നതാണ്. കരി തൂങ്ങി നിൽക്കുന്നത് ആദ്യമായി കണ്ട ഞാനാ. എനിക്ക് പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ആ മുഖം മനസ്സിൽ പതിഞ്ഞു വരുന്നു. എനിക്ക് സമാധാനം വേണം. എനിക്ക് ആലയത്തിന്റെ കൃപ വേണം. ദൃശ്യങ്ങളൊന്നും ശാശ്വതമല്ല. ഒരു നിമിഷം കാണുന്നതെല്ലാം
സത്യമാണോ മിഥ്യയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? സത്യമെന്ന് തന്നെ ഇരിക്കട്ടെ, അത് നിങ്ങളെ വേട്ടയാടുന്നുവെന്നും ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നെഞ്ചത്തെ കൈവച്ച് പറയണം, Cheers to the Holy God! 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 എന്റെ ശരീരമായ ഭയങ്കര വേദന. എനിക്ക് രാത്രിയായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഒടുക്കത്തെ വിശപ്പും. എന്നാൽ തിന്നുവാനോ ഒരു കുറവുമില്ല. ലോകത്ത് എത്ര നിറങ്ങളാണ്! പച്ച, ആകാശമേഘ, മറ്റെല്ലാ നിറങ്ങളും അതിന്റെ വകഭേദങ്ങളാണ്. പച്ച, മഞ്ഞ, നീല, ദേളെ ഇങ്ങോട്ടില്ല. താരങ്ങളുടെ മൂത്രത്തിന് തോട്ടില് വിറ്റാമിന് കൽസ്യൂരിക് ആസിഡ് ഇതൊന്നും വരുന്നില്ലല്ലേ?
പ്രതീക്ഷയില്ലാതെ എങ്ങനെ ജീവിക്കും? പാട്ട് പാടാൻ അറിയാവുന്നത് കൊണ്ട് മാത്രം ജീവിക്കുന്നവനാണ് ഞാൻ. എന്നെനിക്ക് പാടാൻ കഴിയാതെ വരുന്നുവോ അന്നെനിക്ക് മരിക്കണം. You know one thing? Once I was a highly paid stage performer. പാടുന്നുണ്ട്. അത് എന്ത് കല്ലാണ്? എന്താണ് അതിന്റെ പ്രത്യേകത? എന്ത് പ്രത്യേകത? വർഷങ്ങളായി അത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ എന്ന് കാണുന്നുമുണ്ട്. തെരുവിലിറങ്ങി പാടിയ നിങ്ങൾക്ക് എന്ത് കിട്ടും? താനതൊക്കെ എന്തിനാ അറിയുന്നത്? ഒന്ന് പറ, കേൾക്കട്ടെ. ആഹാരത്തിന് വല്ല ചില്ലറയും കിട്ടും, അത്ര തന്നെ. അതൊക്കെ മതി. കുറച്ചു കാലമൊക്കെ ആഡംബരമൊക്കെ വേണ്ടേ? വലിയൊരു ബംഗ്ലാവ്, സെൻട്രലൈസ്ഡ് AC, ഊക്കുമുട്ട ഭക്ഷണം, എന്ന് മ്യൂസിക് ഷോ, ചുറ്റും കേൾക്കാനും ആരാധിക്കാനും ഫോളോവേഴ്സ്. തനിക്കെന്താ ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്തില്ല. അതാ അങ്ങോട്ട് നോക്ക്, അത് വെറുക്കല്ല. Have you not heard the silence? In many a mood of mine.